ഇതിപ്പേ നമ്മൾ ന്യൂ ഇയർ പ്രമാണിച്ച് മലേഷ്യൻ നല്ല ഇഷ്ടംപോലെ അവിടെ ഉണ്ട്, അവിടെ ഉണ്ട് കേട്ടോ. അതായത് സാധനം നമ്മളിത് വാങ്ങിയിരുന്നില്ല. ഡ്രാഗൺ വരുന്നവർക്കൊക്കെ ഡ്രാഗൺ ഫ്രീ ആയിട്ട്. അത് നമ്മുടെ നഴ്സറിയിൽ വരുന്നവർക്കൊക്കെ ഡ്രാഗൺ ഫ്രീ. ഫ്രീ വെക്കാത്തോലെ എല്ലാവരും വെക്കാൻ വേണ്ടി എല്ലാ പേരും ഡ്രാഗൺ ഇല്ലാത്ത വീടുണ്ടായത് നമ്മളെ കേരളത്തിൽ. ഡ്രാഗൺ ഇല്ലാത്ത വീടുണ്ടായത് 500 രൂപയ്ക്ക് 5 വെറൈറ്റി കോംബോ ഓഫർ. സ്ട്രോബെറി 3 100 തിന്ന് കൊണ്ടുപോയിട്ട് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് തിന്നിട്ട് കായുന്നാൽ മതി. അങ്ങനെ 2 കിലോ 50, 4 കിലോ 100. 2 കിലോ 50, 4 കിലോ 100 പൂള. ഓക്കെ, നമുക്ക് എന്താ കൊടുക്കണ സെയിൽ? അത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ വെക്കണം. കൊലസോപ്പോ സ്പെഷ്യൽ ഓഫർ ആട്ടോ. 450 500 150 രൂപയ്ക്ക് എല്ലാവരും വെക്കട്ടെ. 450 രൂപ ഉണ്ടായിരുന്നു, നമ്മൾ 150 രൂപയ്ക്ക് എല്ലാവരും വെക്കട്ടെ എന്നില്ല. അത് നമ്മൾ വിത്തുകൾ നമ്മളെ കോംബോ ഓഫർ കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ 30 ഐറ്റം വിത്തുണ്ടാവും. 300 രൂപയ്ക്ക് നമ്മൾ പോസിറ്റീവായി DTDC എത്തും. ഒക്കെ ഹൈബ്രിഡ് വിത്തേക്കാരം. 30 ഐറ്റംസ് 300 രൂപയ്ക്ക് വീട്ടിലെത്തും. ഇപ്പം ചലഞ്ച് ഉള്ളത് ആ മന്നഞ്ഞാന്തിന് അന്നാ വരിക. ഒരു 3-4 ഐറ്റം നമ്മൾ സാമ്പിൾ ഉണ്ടാവും. പിന്നെ അതല്ലാതെ നമ്മൾ പൂളം അന്നത്തെ വെച്ചാൽ തിന്നലല്ല മെയിൻ, പൂളങ്ങൾ വാങ്ങി കൊണ്ടുപോകാനാണ് മെയിൻ വരിക. 2 കിലോ 50, 4 കിലോ 100, 8 കിലോ നമ്മൾ 200. അങ്ങനെ അപ്പം എന്താ അപ്പോൾ 8 കിലോ എന്ന് പറഞ്ഞാൽ നമ്മൾ 100 200 നമ്മൾ കൂട്ടൂല കേട്ടോ. അങ്ങനെ തൂക്കം ഉണ്ടാവും, അങ്ങനെ വേണ്ട കയറുണ്ടാവും. ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ NP ലിയ ഗാർഡനിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ എത്താനായിട്ടുള്ള ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ വളരെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇന്ന് ന്യൂ ഇയർ ഓഫറിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഒരുപാട് പ്ലാന്റുകൾ നല്ല ഓഫറിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ 5 വെറൈറ്റി പേരൊക്കെ 500 രൂപയ്ക്ക് ഇന്ന് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ വിശേഷങ്ങൾ? അതേപോലെ ഒരു അടിപൊളി വെറൈറ്റി കപ്പ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ കപ്പേൻ്റെ വീഡിയോസൊക്കെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഉൾപ്പെടാത്തൊരു കപ്പയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് പേര് കണ്ടുപോരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ. നമസ്കാരം, അസ്സലാമു അലൈക്കും. ലിയ ഗാർഡൻ NP ലിയ ഗാർഡൻ പോയി അനുഷാബ് നമ്മളൂർ കേട്ടോ. അതിൽ നമ്മൾ റോസുകൾ ബാംഗ്ലൂർ സാധനങ്ങൾ ഫുള്ളെത്തിയിട്ടുണ്ട്. ചെമ്പരത്തിയൊക്കെ 50 രൂപ ഉള്ളൂ കേട്ടോ. ചെമ്പരത്തി ഇതാ 50 രൂപ. അല്ല പൂ വരുന്നുള്ളൂ, ഹൈബ്രിഡ് വലിയ പൂവ്. പിന്നെ നമ്മൾ യൂജീനിയ അത് 2 150. യൂജീനിയ റെഡൊക്കെ വലുപ്പം വലുതും ചെറുതൊക്കെ ഉണ്ട്. ഇവിടെ വലുപ്പത്തിന് നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. 2 150. പിന്നെ നമ്മളതാ റോസിൻ്റെ നല്ല കളക്ഷൻ വന്നിട്ടുണ്ടല്ലോ. റോസ് ഇതാ 3 200. നമ്മളെ ചെറിയ നല്ല ഇതായിട്ട് വരുന്ന 2 റോസ് ഉണ്ട് കേട്ടോ. അല്ല വള്ളി റോസ് മുള്ളില്ലാത്ത ടൈപ്പ് കിട്ടിയിട്ടില്ല ഇപ്രാവശ്യത്തിലില്ലല്ലേ. നമ്മളെ വയലറ്റ് ഉണ്ടല്ലേ, വയലറ്റിന്റെ പൂ പോയതോ തോന്നുന്നു. വയലറ്റ് വെറൈറ്റി. പിന്നെ അങ്ങനെ കളറ് വെറൈറ്റി കുറേ സാധനങ്ങളുണ്ടല്ലേ. ഈ കളർ അതാ കളറ്. ഇതൊക്കെ എങ്ങനെ റേറ്റ്? 3 200 വലിയ കവറ്. ഓക്കെ, ബുഷ് ഓറഞ്ച് ഇരിക്കണ്ടല്ലോ. ബുഷ് ഓറഞ്ച് നല്ല വലുത് 200 രൂപ ഉള്ളൂ. ഈ ഒരു സൈസ്. അതിന്റെ ചെറുത് 100 ഉണ്ട്. ഇതിന് നല്ല പൂട്ടനൊക്കെ ഏതാ 100-ന്റെ ജസ്റ്റ് ഒന്ന് എടുത്താണ്. 100 ഇതാ ഇത് പെടുത്താനുണ്ട്. ഇവിടെ ഒക്കെ ഉണ്ട്. ഇതിപ്പോ ഇന്നലെ വന്നതാവല്ലേ? 100 മേലും കായല തന്നെ കേട്ടോ. കായല തന്നെ കായും ഫ്ലവറൊക്കെ ഉള്ള തന്നെ 100. ഇതിന്റെ വലുതുണ്ട് 200. തായ് പിങ്ക് ഫ്ലവർ കായ് 100 രൂപ. ഫ്ലവർ ഉണ്ട്, കായുണ്ട്. 100 രൂപ അല്ലേ? 100 രൂപ. നല്ലൊരു വെറൈറ്റി കൂടിയാണ്. പിങ്ക് കളറാണ്. ഭഗവ ഫ്ലവറൊക്കെ 250 രൂപ. ഇതിന് ചെറുത് 100 നമുക്ക് വേറെ ഉണ്ട് കേട്ടോ. ഇത് ആണെങ്കിൽ നമ്മൾ 250 ആണ്. ഒരു 200 കൊടുക്കുകയാണെങ്കിൽ ഓഫറല്ല. 250 200 കൊടുക്കാം. 200 കൊടുക്കാം അല്ലേ? ന്യൂ ഇയർ. പിന്നെ നമുക്ക് ന്യൂ ഇയർ അതേമാതിരി നമുക്കൊരു 5 ഐറ്റം പേര 500 രൂപ. അതായത് ജപ്പാൻ പേര അടക്കം ഒരു ഓഫർ വേണമെങ്കിൽ ഇടാം. എങ്ങനെയൊക്കെ ഏതൊക്കെയാണ്? ഒരു 250 ജപ്പാൻ പേര വെക്കുക. പിന്നെ ഒരു L49 അല്ലെങ്കിൽ അവർക്ക് കിലോ പേര് ഏതോ വേണ്ടതെന്ന് ചേഞ്ച് ചെയ്യുക. പിന്നെ ഒരു അലഹബാദ് വെക്കുക. അലഹബാദ്. പിന്നെ ഒരു തായ് പിങ്കും ഒരു മുന്തിരിപ്പേരയും. ഇത്തരം നമ്മൾ എത്രയ്ക്ക് കൊടുക്കുക? 500 രൂപയ്ക്ക്. 500 രൂപ. ജപ്പാൻ പേരിൻ്റെ 250 സാധനമാണ്. തായ് പിങ്ക് 100, അലഹബാദ് 100 കൂട്ടുമ്പോൾ 400 ആയില്ലേ. പിന്നെ മറ്റേത് എന്തായാലും ഒരു 5 ഐറ്റം പേര് 500 രൂപ ഓഫർ. അടിപൊളി. ഈ ഒരു ന്യൂ ഇയർ എത്ര ദിവസം ഉണ്ടാവും? അത് നമുക്ക് ന്യൂ ഇയർ അല്ല 1 വീക്ക് പോരാ. ആ ജനുവരി കഴിയോളം. ജനുവരി കഴിയോളം. ജനുവരി 31 വരെ. അപ്പൊ അതിൽ നമ്മൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു ജപ്പാൻ പേര നമ്മൾ വലിയ കവറാണ്, ചെറിയ കവറല്ല. ഈ കവറാണ് 250 വിൽക്കേണ്ട ജപ്പാൻ പേര തന്നെ. പിന്നെ നമ്മൾ L49, അലഹബാദ്, തായ് പിങ്ക്,
ഒരു മുന്തിരിപ്പേര എല്ലാം കൂടി വെച്ചൊരു 500 റുപ്യ കോംബോ ഓഫർ. 500 റുപ്യക്ക് 5 വെറൈറ്റി ആ കോംബോ ഓഫർ 200 കാരുണ്ട്. അത് വ്യത്യസ്ത കളറുകളൊക്കെ വേണ്ടത് എടുക്കുക. ഇത് ചെറു കവറ വരിക. ഇതെങ്ങനെ എന്താണ് 500. ഇതിപ്പോ ഏതാ ഫ്ലവർ? അത് പോയിൻസാറ്റിയ. അത് ഡെയ്സി 400. മറ്റേ പോയിൻസാറ്റിയ 1 100, 2 150. എസ്കാർലെറ്റ് മരമുന്തിരി നല്ല ബുഷായ വലിയ ബ്രാൻഡ്. കുറച്ച് വില ഉണ്ട്. വലുതുമാണ്, ഡ്രമ്മിലുമാണ്. അതിൽ അത്യാവശ്യം എല്ലാം മൂപ്പുണ്ട്. ഇതിൻ്റെ ഫ്ലവറീസ് എടുക്കുക നോക്കാം. കണ്ടില്ലേ ഇതെടുക്കുക നോക്കാം. എല്ലാ ബുഷിയാണ് ഇതിനും. നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇത് അവർക്കൊരു പണിയില്ല. ഇത് അവർക്ക് അങ്ങനെ ലേസം ഒരു സൂപ്പർ മീലോ എന്തെങ്കിലും തുള്ളി എല്ലുപൊടിയും ഇട്ടെടുത്ത് നനച്ചെടുത്താൽ മതി. എല്ലാ ദിവസവും മുന്തിരി ഒന്ന് ഇറക്കാം. ഹൈബ്രിഡ് അതിലേറെ വണ്ണുള്ളത്, അതിലേറെ അറച്ച് നല്ല കമ്പുമ്മ വരെ കായുണ്ട്. ഇത് കുറച്ച് അതിലേറെ കുറച്ചും കൂടും കേട്ടോ. ചെറിയ കായും കൂടി കൂടും. അതിലേറെ കുറച്ചും കൂടും. ഇതിന് ഹൈബ്രിഡ് അവിടെ അല്ല തന്നെ പൂത്ത കായൊക്കെ ഓരോരുത്തർ അടുത്ത് ഇതാ. എന്നാലും ബാക്കി ഇതാ പച്ചക്കായ ഉണ്ട്. ഇതാ അറച്ച് ഫ്ലവർ ഇതാ. ഇത് നമുക്ക് 5 റുപ്യ കൊടുക്കാം. റെഡ് ഹൈബ്രിഡ് കായുള്ളത്. അതായത് സ്ട്രോബെറി 3 100. നമ്മളെ ബുക്കിട മാതിരി തന്നെ 3 സ്ട്രോബെറി 100 റുപ്യ. അതേമാതിരി മുന്തിരിയും മുന്തിരി വെറൈറ്റി. മുന്തിരി ഇതിൽ റോസും ജ്യൂസും ഉണ്ട്. രണ്ടും ഉണ്ടല്ലോ. ഏതോ കണ്ടെടുക്കാം 3 100. ചന്ദന കളർ വരും പീങ്ങല്. സാൻഡിൽ കപ്പ് അല്ല? സാൻഡിൽ കപ്പ്. ഓക്കെ, നമ്മളെ കഴിഞ്ഞ കപ്പിന്റെ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്തൊരു വെറൈറ്റി കൂടിയാണ്. നമ്മൾ പറിക്കാനായില്ല, പറിക്കാനാകാതെ പറിച്ചതാണ് ഇപ്പോഴ്. കാരണം ഇത് നമുക്ക് അർജൻറ്റായിട്ട് ഇപ്പോൾ പറിച്ചു കണ്ട് നമുക്ക് കേങ്ങ് നമ്മളെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മളെ എൻ്റെ സബ്സ്ക്രൈബർക്ക് കൊടുക്കാനുള്ളത് എങ്ങനെ അറിയാം. ഇപ്പോൾ നമ്മളിത് സൂപ്പർ കേങ്ങ് നമ്മളെ പറഞ്ഞ സുമോ അതായത് തിന്ന് കൊണ്ടുപോയിട്ട് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് തിന്നിട്ട് കായുന്നാൽ മതി. അങ്ങനെ 2 കിലോ 50, 4 കിലോ 100. 2 കിലോ 50, 4 കിലോ 100 പൂള. ഓക്കെ, നമുക്ക് എന്താ കൊടുക്കണം സെയിൽ? അത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ വെക്കണം. ആഴ്ച ഒരു ദിവസം. നമ്മൾ ഇപ്പം ഈ പ്രാവശ്യം നമ്മളായിട്ട് മന്നൻ ജയന്തിക്ക് തന്നെ ആയിക്കോട്ടെ 2-ാം തീയതി അങ്ങനെ എന്തോ ഒരു ഒഴിവ് വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും മന്നൻ ജയന്തി എന്താണോ അന്ന് നമ്മളിത് അതെ. ഓക്കെ, ഈ ജനുവരിയിൽ എങ്ങനെയാണ് ഓഫർ ഒന്നും കൂടി പറഞ്ഞേ? 2 കിലോ 50, 4 കിലോ 100 പൂള. ഏതൊക്കെ വെറൈറ്റി ഉണ്ട് അതിൽ? നമുക്ക് ഏത്തക്കപ്പ ഉണ്ടെങ്കിൽ ഏത്തക്കപ്പ എടുക്കാം. സുമാണ് മെയിൻ. കാരണം സുമാണ് നല്ല പൊടിക്കട്ടേക്കാരം. പൊടി ഉണ്ടോ നല്ല വേവും ചെയ്യും. അപ്പൊ പിന്നെ മറ്റേത് നമ്മൾ കഴിച്ചു നോക്കിയിട്ട് വാങ്ങാനുള്ള അവസരം കൊടുക്കും. അതെ കഴിച്ചു അന്ന് നമ്മളാണെങ്കിൽ കുറച്ചുകൂടെ വെച്ചുകാണ്ട് വേണ്ടതൊക്കെ അങ്ങനെയും കൊടുക്കുക. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ അടുത്ത ട്രിപ്പ് നമുക്ക് അവിടെ സാധനം കുറച്ച് നടാനായി. അപ്പം നമ്മൾ കുറച്ച് പറിക്കൽ നിർബന്ധമാണ്. അപ്പം അതിനും വേണ്ടി നമ്മളൊന്ന് സഹകരിക്കുക എല്ലാവരും. കാരണം എന്താ വെച്ചാൽ 2 കിലോ അത് ഓഫറിൽ കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ കച്ചവടക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. കച്ചവടക്കാർക്ക് നമ്മൾ ഈ വലിയ പൂള കുറച്ച് വലുപ്പം ഉണ്ടാവും. നമ്മൾ കൊണ്ടു കൊടുത്താൽ കച്ചവടക്കാർക്ക് ഒരു മടി ഉണ്ടാവും. എങ്ങനെ മൊത്തം അവർക്ക് എന്ന് വെച്ചാൽ ഈ 1/2 കിലോനോ 1 കിലോനൊക്കെ പോയേക്കാൻ തൂക്കി കൊടുക്കാൻ നമുക്ക് ഒരു പൂളിന് 5 കിലോനൊക്കെ ഉണ്ടാവും. അയച്ചിട്ട് ഉള്ളിൽ കുട്ടിയാവും. ആവാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല പൊടി ഉണ്ടാവും. സാൻഡിൽ പറഞ്ഞപ്പോൾ നമ്മൾ 2 നമ്മൾ പീങ്ങാൻ വേണ്ടി 2 എടുത്തതാണ്. നമുക്കതിന് സാമ്പിൾ കാണാൻ. അതായത് ചന്ദന കളറ് ഉള്ളു ഇങ്ങനെ വരുന്നുണ്ട്. സാൻഡിൽ കപ്പ സുന്ദരി വേറെ, സാൻഡിൽ വേറെ, ഏത്തക്കപ്പ വേറെ, ആമ വേറെ, ആമക്കാടൻ വേറെ, പിന്നെ നമ്മളെ സുമോ. അങ്ങനെ 5 വെറൈറ്റി 6 വെറൈറ്റി ഉണ്ട് നമ്മളടുത്ത്. അതിലിപ്പോൾ നമുക്ക് മെയിനായിട്ട് കപ്പ പറിക്കാനുള്ള സുമോണേ. പിന്നെ ഏത്തക്കപ്പ ഉണ്ട്. സാൻഡിൽ പോകണുള്ളൂ. സാൻഡിൽ ഒന്നും കൂടി മൂപ്പാകാണ്ട്. സാൻഡിൽ എന്തായാലും നമുക്കൊന്ന് പുഴുങ്ങിയിട്ട് നമുക്ക് പറയാം. സാധാ നമ്മളതാ ഫ്ലവർ ആയത് കഴിഞ്ഞ പ്രാവശ്യം കായ ഉണ്ടായിട്ടാണ് നോക്കാനില്ല. ഉള്ളു പേട്ടുകായ എന്നുള്ളതല്ല. അത് കുറച്ച് വില ഉണ്ട് കേട്ടോ. ഇങ്ങനെ ചെറുത് കൊണ്ടൊക്കെ നമ്മൾ അടുത്ത വർഷം അല്ലെങ്കിൽ പിറ്റത്തെ വർഷം അടുത്ത വർഷം കായ് വേണ്ടവർക്ക് ഇതാ അതിൻ്റെ കായ് പകുതി കായില്ല. എന്താ ഈ സൈസ് വേണ്ടവർക്ക് ഇതാ നല്ല നല്ല ബുഷ നല്ല തൈ നല്ല കടവണ്ണ കണ്ടില്ലേ, നല്ല വണ്ണ. അപ്പോൾ നമ്മുടെ ഈ ഒരു പൂടെ കൂടെ നിൽക്കുന്നത് എങ്ങനെ റേറ്റ്? നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തുമ്പോൾ അതിന് 7 റുപ്യ വരും. 7 റുപ്യ വരും അല്ലേ ഈ നിൽക്കണേ? ആ വലുത്. അതിലിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ വലുത് നമ്മളുണ്ടല്ലോ അതിൻ്റെ ബാക്കിലത്തെ വലുത് 2ാമത്തെ അത് നമ്മൾ കഴിഞ്ഞ കൊല്ലം പൈസ അടിച്ചുകൊണ്ട് ഡെലിവറി കൊടുക്കാൻ പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആളോട് വീട്ടിൽ ആരും ഇല്ലേനു. അപ്പോൾ ഇപ്രാവശ്യം കായ പിടിച്ച് അവർക്ക് കൊടുക്കണത്. അതിന് വേണ്ടി നമ്മൾ മാറ്റി ആ നടുത്ത് അവനെ പേര് വെച്ചിട്ടുണ്ടാവും. അവരുടെ പേരുണ്ടാവും. ഇതൊക്കെ ഒക്കെ ഫ്ലവർ ആവും. ബാക്കിലും ഫ്ലവർ ഇതും ഫ്ലവർ എന്നതാ. ജസ്റ്റ് നമ്മളെ സബ്സ്ക്രൈബറും കൂടിയാണ് അവര്. കാരണം അവര് എൻക്വയറി ചെയ്തിരുന്നു. എല്ലാത്തിനും ഫ്ലവറായി. കാരണം അതാണ് കുറച്ച് നല്ല തയ്യയില്. അപ്പൊ അത് അവർക്ക് വേണ്ടി മാറ്റി വെച്ചാണ്. അത് നമ്മളെ തൃശ്ശൂർ കഴിഞ്ഞിട്ടാണ് ഉള്ളതാണ്. നമ്പറുണ്ട് നമ്മൾ അവർ നമ്പർ ആയി എഴുതിയിട്ടുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ കായ ആയിട്ട് നല്ല പൊതിഞ്ഞ് കൊണ്ടുപോകണം. കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി കായ ആയിട്ട് ആരെ പൊട്ടിച്ചേ കണ്ടില്ല. അപ്പൊ കാരണം കായ ഇല്ലാതെ ഒരിക്കൽ കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. എനിക്ക് തോന്നുന്നു ഗൾഫിൽ നിന്ന് ഓർഡർ ചെയ്താൽ കായ ഉണ്ടായിക്കാണ്ട് ചില സാധനമൊക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ സാധനത്തിൽ നമുക്ക് പൊട്ടിക്കണ്ട് നമുക്ക് തീരെ സ്ഥലമുള്ള പറയാലോ. നമുക്ക് ബുക്കുള്ള സാധനം ഉണ്ടല്ലോ
ഏത് അതിപ്പോൾ ആ കാരണമാണ് അത് അയിമെന്ന പൊട്ടിച്ച കാരണമാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം സാധനം കൊടുക്കാൻ പറ്റിയത്. ഒരു വർഷമായിട്ട് തോന്നുന്നു ആ ബുക്കിംഗ് കഴിഞ്ഞിട്ട് തോന്നുന്നല്ലേ. അതിനാ പിന്നെ അവർക്ക് കായ ഉള്ളത് കൊണ്ടുവരാനൊക്കെ കായ നമ്മൾ കാണിച്ചു കണ്ട് നമ്മൾ എന്തെങ്കിലും നമ്മൾ ഒന്നും കായ പൊക്കട്ടെന്ന് കളറാട്ടെന്നപ്പോൾ തന്നെ പൊട്ടിച്ചാരെ കണ്ടില്ല, കൊല ഒന്നായിട്ട് പൊട്ടിച്ചു. പിന്നെ ഒരു കായമുള്ളത്, പിന്നെ ആ ഒരു കായായിട്ട് കൊണ്ടുവരും കാര്യമില്ലല്ലോ. പിന്നെന്താ വെച്ചാൽ നമുക്ക് നമ്മളതായിട്ട് നമ്മൾ അറുത്തുകാണ്ട് നമ്മളോട് പറഞ്ഞുകാണ്ട് അറുത്തുകാണ്ട് നമ്മൾ അങ്ങനെയാണ് കുഴപ്പമില്ല. അതല്ലാതെ ഈ ബുക്കുള്ള സാധനത്തുമ്പോൾ എല്ലാത്തുമ്പോഴും വന്നുകാണ്ട് പൊട്ടിച്ച് നാസാക്കിക്കാണ്ട് അതൊരു കാര്യമില്ല. പോക്കാതെ നമ്മളെ കച്ചവടം അതിപ്പോൾ വെച്ചാൽ ഒന്നും ഈറണ്ടായിട്ട് പറയില്ല. സംഭവം ഉള്ള തോന്നി നമ്മളാ പറഞ്ഞോട് കൂടി നമ്മളത് കഴിഞ്ഞു. ആ സ്ഥാനത്ത് ചിലവര് അത് എങ്ങനെ വെച്ചാൽ ചിലവൊന്ന് കാണുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ്. ഇതിപ്പോൾ 2500 ഇത് കുറയോ ഇല്ല. നമ്മൾ അതിലാൻ പറയില്ല, നമ്മൾ പറയും ഫിക്സ് റേറ്റ് ആണ്. ഇല്ല, നമ്മൾ ഒറ്റയ്ക്ക് പറയും ഇല്ല കുറയില്ല. ഏത് പക്ഷേ അതോട് നമ്മളെ മനസ്സിലൊക്കെ കഴിഞ്ഞു. ആ സ്ഥാനത്ത് ചിലവര് 2500 ഒന്നുകൂടി ഓൾക്ക് ചിലപ്പോൾ പതുക്കെ സാവധാനമൊക്കെ പറയാൻ കഴിയും. എങ്ങനെ നമുക്ക് കുറക്കാം, ഉള്ളിൽ വേറെ എന്തെങ്കിലുമൊക്കെ മനസ്സിലൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളങ്ങനെയല്ല. അതോടുകൂടി നമ്മളെ ആ വണത്താത്തുമ്പോൾ നമ്മളെ പ്രഷർ കയറി ആ അയിമ കഴിഞ്ഞു. വേറെ അതിന് വേണ്ടി പിന്നെ വരുമ്പോൾ ആളെ നമ്മൾ മനസ്സിൽ വെക്കുക അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ കയറും. ആ ടൈമിലേക്കാണ് ഇയാൾ ഇവിടെ വന്നിക്കുക. അതാണ് മെയിൻറ്റെയിൻ ചെയ്യണില്ല. കാരണം എന്താ വെച്ചാൽ ആ മെയിൻറ്റെയിൻ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. അന്ന് ഞാൻ പല്ല് പറിക്കാൻ വേണ്ടി പോയിട്ട് ആ ഡോക്ടറെ കുറ്റമല്ല, അയാൾ വന്ന് കണ്ടായിരുന്നു എന്താണ് അത് പല്ല് പറിക്കണ്ട, ഇത് താൽക്കാലം ഒന്ന് റൂട്ട് കനാൽ ചെയ്യുക, കാരണം നല്ല ഉറപ്പുള്ള പല്ലാണ്, പറിക്കണ്ട പറഞ്ഞാണ്ട് താൽക്കാലം വേദൻ്റെ ഗുളിക തന്നി. ആ വേദൻ്റെ ഗുളിക കുടിച്ചിട്ടും വേദന നിൽക്കണില്ല. ആ ടൈമിൽ ഓരോരുത്തർ വന്നു അവരൊക്കെ അപ്പോൾ കാക്കാനോട് നോക്കാൻ പറഞ്ഞാലും ചിലവർക്ക് നമ്മൾ തന്നെ വേണം. കാക്ക നോക്കിയിട്ടുണ്ടാവും സാധനമൊക്കെ, എന്നാലും സാധനം പറഞ്ഞു കൊടുക്കാനൊക്കെ കാക്കൊക്കെ അറിയത്തില്ല എല്ലാം എന്നാലും ചിലവർക്ക് നമ്മൾ തന്നെ വേണം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെല്ലാവരും കൂടി ഭാഗത്ത് നമ്മൾ നോക്കാൻ കഴിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഈറമാതിരി ഉണ്ടായിരുന്നു മുഖത്ത്, കാരണം പല്ല് വേദന ചെയ്യുന്നു. ഇപ്പോൾ ആരോടും വ്യക്തിപരമായിട്ടുള്ളൊരു ഇല്ല. അതുകൊണ്ട് അത് നമ്മളത് എന്താ വെച്ചാൽ ആ പറഞ്ഞത് അതോടുകൂടി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ വലുത് ഇതൊക്കെ തന്നെതാ ഇതൊക്കെ കോട്ടയാണ്. ഈ വർഷം തന്നെ പൂ എൻ്റെ തന്നെ കേട്ടോ. ഇതൊക്കെ എങ്ങനെ റേറ്റ്? ഈ വർഷം പൂ എൻ്റെ തന്നെ 2.5 വരും. നല്ല വണ്ണുള്ളതായി. അതിൻ്റെ ചെറുത് 700, അതിൻ്റെ 1200 റേറ്റ് ഉണ്ട്. ഇതിങ്ങനെ 700. പിന്നെ നമ്മൾ മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ടിന്റെ തൈകൾ വന്നിട്ടുണ്ട്. മിൽക്ക് ഫ്രൂട്ട് പൂവോട് കൂടെ 500 റുപ്യ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കൈ പിടിക്കോ ആ പൂവുള്ള പൂ തിമലൊക്കെ ഉണ്ട്. ഇതെന്താ വെച്ചാൽ 500 റുപ്യ ഉള്ളൂ. നമ്മൾ ബ്ലൂ ജാവ കളർ ഇങ്ങനെ മാറി, അതായത് ഇപ്പോൾ ഒരു 2 മാസമായപ്പോൾ കളർ പോക്കാൻ നേരത്ത് ഫുള്ള് കളറായി വരുന്നു കേട്ടോ. ഒരു ലൈറ്റ് ബ്ലൂക്ക് മാറുന്നുണ്ട്. അതിൻ്റെ 2 കന്നും കൂടി ഉള്ളൂ കേട്ടോ. നമ്മൾ ആദ്യം പറിച്ചതിൻ്റെ അവിടുത്തെ ഇതിൻ്റെ 2 കന്നും കൂടി ഉള്ളൂ. അപ്പോൾ വേണ്ടവർക്ക് പിന്നെ കൊല വെട്ടാൻ നേരത്ത് പിന്നെ സാധനം ഉണ്ടായിക്കോണമെന്നില്ല. നമ്മളെ ലോങ് എവിടെ സെറ്റ് ആവുന്നുണ്ടല്ലോ. നമ്മളെ എഡോ സ്റ്റാറാണ്. എഡോ സ്റ്റാർ ലെയറൊക്കെ നമുക്ക്, അതായത് എഡോ സ്റ്റാർ കുഴപ്പമായിട്ടല്ല. എഡോ സ്റ്റാറൊക്കെ നമ്മൾ ബ്ലാക്കിൽ തന്നെ നമ്മൾ മുൻതൂക്കം കൊടുക്കുക. പക്ഷേ ബ്ലാക്ക് എന്ന് വെച്ചാൽ 2 കൊല്ലം കഴിഞ്ഞ് 3-ാം കൊല്ലം കായ്ച്ചുള്ളൂ. കുളമ്പമാവ് ഇപ്പോൾ എല്ലാം ഫ്ലവർ വരുന്ന ടൈമാണ്. ഇത് കുറച്ച് വലുതുണ്ട്. ചെറുത് 800-ലും പൂവുണ്ട്. നമുക്ക് അവിടെ കാണിക്കാം. 800 ഉണ്ട്. ഇത് കുറച്ച് വലുതാണ്. ഇതൊരു 1500 വരും കേട്ടോ. കണ്ണിമാങ്ങക്ക് അത്യാവശ്യം വേണ്ടല്ലേ. 1500. അല്ല ഇതിൻ്റെ വണ്ണം നോക്കാം, അടിവണ്ണം നോക്കാം. അത് കുറച്ച് നല്ല ബുഷ് നല്ല സാധനം. ഇനി നമുക്ക് സാധാ 800 തന്നെ പൂട്ടുണ്ട്. ഫ്ലവറിൻ്റെ ടൈമാണ്. അവിടെയൊക്കെ കാണിക്കാം. അവിടെ ഒക്കെ ഉണ്ട് 800-ല് ഫ്ലവർ കുളമ്പ്. അമ്പക്കി ചെറിയ കവർ സൈസ് അല്ലേ. ഇതൊക്കെ എങ്ങനെ? ബി ഗ്രാഫ്റ്റ് 250, ബെഡ് 300. നമ്മൾ അതേമാതിരി നമ്മളെ കാലാപ്പാടി 350. കാലാപ്പാടി സാധനങ്ങളൊക്കെ മാവുകൾ ഇഷ്ടംപോലെ എത്തിയിട്ടുണ്ട്. ഒക്കെ അവിടെ പണി നടക്കുന്നതായിട്ടേ മാവുത കാലാപ്പാടി കുളമ്പ് മല്ലിക ഒക്കെ 300, 350, 200, 250 ആ സൈസ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ആ മണി കുളമ്പ് കാഴ്ച കാണി നമ്മൾ ആ എടുക്കും. പുതിന നമ്മളെ 300 ഹൈബ്രിഡ് അരിനെല്ലി 50 റുപ്യ ഉള്ളൂ. എന്താ നമ്മളെ സാധാ അരിനെല്ലിന്ന് വ്യത്യാസം വരുന്നത്? ഇത് ശരിക്കും അരിനെല്ലി 2 മരം ഉണ്ടെങ്കിൽ എപ്പോഴും സാധനം ഉണ്ടാവും. 2 മരം വെക്കണം അരിനെല്ലി. അതായത് ഇത് കൊണ്ടുപോകണമെങ്കിൽ 2 വെക്കണം. ഓ അങ്ങനെയാണല്ലേ. 1.5 കൊല്ലം കൊണ്ട് കായ്ക്കും. പക്ഷെ 2 മരം ഉണ്ടെങ്കിൽ എല്ലാ ടൈമും ഇപ്പോൾ വിയറ്റ്നാം ഇപ്പോൾ നമ്മൾ എല്ലാ ടൈമും ചക്ക എന്ന് പറഞ്ഞാലും 2 പ്രാവശ്യമേ കിട്ടുള്ളൂ. വിയറ്റ്നാം ആ സ്ഥാനത്ത് 2 മരം ഉണ്ടെങ്കിൽ അതിൽ പൊട്ടിച്ച് കൂടി ആകുമ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമല്ലോ. അതേമാതിരി 300 കുളമ്പ് 150 ഉണ്ടല്ലോ കുളമ്പ് 150. അതേമാതിരി കാലാപ്പാടി 150 നല്ല സൈസ് ഉണ്ട്. മണി അവിടെ അങ്ങനെ കാണിച്ചണം. അവിടെയൊക്കെ പണി നടക്കലായിട്ടേ. ഇവിടെയൊക്കെ വർക്കിൻ്റെ ഇതിലാണല്ലോ. നമ്മൾ ഇപ്പം അതിൻ്റെ ഒക്കെ പണി നടക്കുക. അതാണ് കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് സാധനത്തിൻ്റെ നമുക്ക് വലിയ നമ്മളെ ബാബുട്ടൻ്റെ സാധനം എത്തിയില്ല. അതെന്താ വെച്ചാൽ ഇവിടെ ഇത് ക്ലിയർ ആകാതൊക്കെ പണികൾ നടക്കുകയാണ്.
അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ സാധനം വെക്കുന്ന സ്ഥലം വേണം. അത് വന്നാൽ നമുക്കൊരു വലിയൊരു ഓഫർ ഇട്ട് കൊടുക്കാണ്ട് എന്താ വെച്ചാൽ സാധനം ഇങ്ങനെ വെച്ച് നമുക്ക് സ്ഥലം ഇല്ലാതെ എവിടെയെല്ലാം കൂടി ഇറക്കിച്ചിട്ട് കാര്യമില്ല, റോട്ടിൽ ഫുള്ള് ഇറക്കിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ സാധനം ഒന്നും കൂടി ഇങ്ങനെ ഈ തലക്കെ നമുക്ക് ലെവലാക്കി നിരത്തി പോരാനുള്ള ഇതൊന്ന് ക്ലിയർ ആയാലും പടുവേരെ ഒന്ന് പടുത്തുകാണ്ട് പിന്നെ വന്നിട്ടില്ല, ഇനി അടുത്താഴ്ച വരും. അപ്പോൾ അതിനിടെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അതിനൊന്ന് ക്ലിയർ ആക്കി കൊണ്ടുവരണം. ഇതിലിപ്പോൾ നമ്മൾ തന്നെ ഇതുണ്ടോ കുളമ്പ് ഇതാണ് 150 കുളമ്പ്, നല്ല കുളമ്പല്ലേ ഉണ്ടല്ലേ, 150 റുപ്യ. കാലാപ്പാടി അതേമാതിരി നമ്മളെ ബുഷുള്ളുണ്ട് 150 ഉണ്ട്, 250, 350 അതിനനുസരിച്ച് അങ്ങനെ ഉണ്ട്. പിന്നെ ചെറുനാരങ്ങ ഉണ്ട്, നമ്മളെ തായ് ലെമൺ എത്തിയിട്ടുണ്ട്. തായ് ലെമൺ ഇത് വില ഉണ്ട്. ഇത് 250 ചെറുത്, ഇനി ഇതിലും വലുതല്ല കായലുണ്ട് 500 കാണാം. സാധാരണ നമ്മൾ ചെറുനാരങ്ങ 200, ചെറുനാരങ്ങ തന്നെ 50 ഉണ്ട് കേട്ടോ. നമുക്ക് ചെറുനാരങ്ങ 50 രൂപ മുതൽ നമ്മളെ ചെറുനാരങ്ങ ഉണ്ട്, അത് ലെയർ സീഡ് തൈ അല്ല. ഇതാണ് നമ്മളെ തായ് ലെമൺ കായുണ്ട്, നല്ല കായ പൊട്ടാണ്. ഇതിൽ പൊട്ടിച്ചാണ് കായ കേട്ടോ. ഇവിടുന്ന് കായ ഉണ്ടായിരുന്നു, പൊട്ടിച്ചാണ് നമ്മൾ ജ്യൂസിന് മണ്ണ് കലക്കി വെക്കാൻ വേണ്ടി. നല്ല നീരാട്ടോ, നല്ല നീരാണ്, നല്ല നീര്, പക്ക റിസൾട്ട് ആണല്ലോ. ഒലസോപ്പോ സ്പെഷ്യൽ ഓഫർ ആട്ടോ, നമ്മളെ ന്യൂ ഇയർ ഓഫർ. ഇത് ശരിക്കും 450 500 150 റുപ്യക്ക് എല്ലാവരും വെക്കട്ടെ. 450 റുപ്യ ഉണ്ടായിരുന്നു, നമ്മൾ 150 എല്ലാവരും വെക്കട്ടെ നിലക്ക് ഒലസോപ്പ. എല്ലാ വീട്ടിലും ഒലസോപ്പ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ അതിന് മുന്നേനൊക്കെ നമ്മൾ ഡ്രാഗൺ, എല്ലാ വീട്ടിലും ഡ്രാഗണാണ് നമ്മളെ വില കുറച്ചത്. ഡ്രാഗണൊക്കെ വലിയ വലിയ വിലക്ക വിറ്റീന്. അതേമാതിരി പഴങ്ങൾ ഇനി ഒലസോപ്പാണ് ഇറങ്ങൽ, നമ്മളതൊക്കെ കായ്ച്ച് സാധനമായി. എല്ലാവരും വെക്കട്ടെ നിലക്ക് 150 റുപ്യക്ക്. ഇതിപ്പോ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് തീരുന്ന വരെ കൊടുക്കല്ലേ? എല്ലാ സാധനം 1000 പീസിന് വരുന്നുണ്ട്, 1000 പീസ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഈ റേറ്റിൽ തന്നെ കൊടുക്കാം, 150 റുപ്യക്ക്. 150 റുപ്യക്ക് അല്ലേ? അപ്പൊ ഈ ഒരു മാസം ഫുൾ എന്തായാലും കിട്ടും. 150 റുപ്യ ഒലസോപ്പോ. 2 കൊല്ലം കഴിയാണ് കായ്ക്കാൻ, 2 കൊല്ലം കഴിഞ്ഞോടുകൂടി കായ്ക്കും. ഇപ്പൊ സീഡാണോ? സീഡാണ് വരുന്നത്. സീഡ നല്ല ആരോഗ്യം, മറ്റേ സീഡിനാണ് കിട്ടുക ദമ്മ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം പോയി, നമ്മളെ കഴിഞ്ഞ തിങ്കളാഴ്ച തിരുവനന്തപുരം പോയി അക്കുസാറേനു. നമ്മളെന്താ പോയത് 12-ാം തീയതി എന്തോ ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ തിങ്കളല്ല, അടുത്ത തിങ്കൾ കാസർഗോഡായി. അതായത് 2025 ഫസ്റ്റ് കാസർഗോഡാണ് ഫസ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ കാസർഗോഡാണ് ഫസ്റ്റ് വന്നത്. കാസർഗോഡിലാണ് നമ്മൾ വണ്ടി എടുത്തോടും മറ്റേ വണ്ടിയും കാസർഗോഡ്. അപ്പോൾ കാസർഗോഡ് നമ്മൾ നല്ല ഓർഡർ ഉണ്ട്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം നമ്മൾ ഓർഡർ ചെയ്തിട്ടല്ല, സാധനം ഉണ്ട് തിരുവനന്തപുരം. അപ്പം ഇനി അടുത്ത ട്രിപ്പിൽ നമ്മൾ ഇപ്പോൾ ഈ തിങ്കളല്ല, അടുത്ത തിങ്കൾ കാസർഗോഡ്. അപ്പോൾ ഡേറ്റ് എന്നാ വരിക 13-ാം തീയതി ആക്കാരം വരുന്നുണ്ട്. 13 തിങ്കൾ കാസർഗോഡ്. പിന്നെ ഒരു തിങ്കൾ ഒഴിവിട്ടിട്ട് പിറ്റേ തിങ്കൾ തിരുവനന്തപുരം. അപ്പോൾ 20 ഈ മാസം പോയ മാതിരി 20 ആകുമ്പോൾ തിരുവനന്തപുരം പോകും. അപ്പോൾ ഓർഡറുകളൊക്കെ നമുക്ക് 90 30 25 28 നമ്പറിൽ വിളിച്ചാൽ ബുക്ക് ചെയ്ത് സാധനം എഴുതിയിട്ടുള്ളവർക്ക് അങ്ങനെ ആക്കാം. മറ്റേ സംശയങ്ങൾക്കൊക്കെ ഈ നമ്പറിൽ 80 89 44 80 ഏത് ഓപ്പൺ ആണോ തുറക്കണോ പ്ലാന്റ് സ്റ്റോക്ക് ഉണ്ടോ അങ്ങനത്തെ ആ സാധനം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഈ നമ്പറിൽ മറ്റേ നമ്പറിൽ കിട്ടില്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടും. പക്ഷേ എഴുതിയൊക്കെ ആളാണെങ്കിൽ ഏറ്റവും നല്ലത് ഇവിടെ എന്താ വെച്ചാൽ സ്റ്റാഫ് ഉണ്ടായത് പോലെ 9 മണിക്ക് എത്തും. 5:30 ഉണ്ടാകുമ്പോൾ അവർ എഴുതി വെച്ചാൽ വൃത്തിയായി, കാരണം അതിൽ സാധനം പ്ലാന്റ് കിട്ടും. മറ്റേ എന്നോട് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മറന്നുകാണ്ട് നമ്മൾ എഴുതിയൊക്കെ പറ്റിക്കോണമെന്നില്ല. അത് നമ്മൾ വിത്തുകൾ നമ്മളെ കോംബോ ഓഫർ കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ 30 ഐറ്റം വിത്തുണ്ടാവും. 300 റുപ്യക്ക് നമ്മൾ പോസിറ്റീവായി DTDC വേണ്ടി DTDC എത്തും. ഒക്കെ ഹൈബ്രിഡ് വിത്തേക്കാരം. ഇപ്പോൾ ഈ സാധനമൊക്കെ ഇപ്പോൾ 30 റുപ്യക്ക് വിൽക്കുന്നുണ്ടാണ്. ഇപ്പം നമ്മളെന്താ വെച്ചാൽ 400 കൊടുക്കില്ല ഇത്. അപ്പോൾ ഇതിനൊക്കെ ഒക്കെ കമ്പനി വിത്തുകൾ മത്തന് എന്താ ഒക്കെ അതിലിപ്പോൾ എന്താ വെച്ചാൽ എന്താ നമ്മൾ പേര് കാട്ടുന്നില്ല, നമ്മൾ കമ്പനി ഏതാണെന്നുള്ളത്. എല്ലാ കമ്പനി തന്നെയാണ് അവസ്ഥ. പാക്കറ്റുകൾ ഇതാണിപ്പോൾ ഇതിലുള്ളത്. ഇതിപ്പോൾ എന്താണ് നമ്മൾ പൊട്ടിച്ച കൈപ്പങ്ങ. ഹൈബ്രിഡ് വിത്താണ്. 3 വിത്താണുള്ളത് 30 റുപ്യക്ക്. ആ 30 റുപ്യക്ക് പറഞ്ഞാൽ കമ്പനിക്കാരെ പറഞ്ഞ കാര്യമില്ല. കമ്പനിക്കാർ 20 റുപ്യ ആ റേഞ്ചിലാണ് ഓരോ ഇതിലും കൊടുക്കുക. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ 400 തന്നെ 25 ഈ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ കോംബോ ഓഫറിൽ നമ്മൾ 10 റുപ്യക്കാണ് ആ 3 കൂരി കൊടുക്കുന്നത്. 30 റുപ്യക്ക് ബ്രാൻഡഡ് കമ്പനികൾ കൊടുക്കുന്നത് അതേ വിത്ത്, നല്ല മൈക്കോ, നല്ല വിത്ത്, അതായത് ഫുള്ള് നല്ല ഹൈബ്രിഡ് ക്വാളിറ്റി വിത്തുകൾ എല്ലാം അതിൽ. അങ്ങനെ 30 ഐറ്റംസ് വിത്താണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കോംബോ ഓഫറിൽ. 30 ഐറ്റംസ് ഉണ്ടാവും, 30 മേലെ ഉണ്ടാവും അതിൽ. പിന്നെ അതിൽ പെടാത്ത നമ്മൾ, അതായത് ചീരൻ്റെ 6 ഐറ്റം ഉണ്ടാവും. ബ്ലാത്താങ്കര ചീര, സുന്ദരി ചീര, പാൽച്ചീര, പിന്നെ നമ്മളെ മയിൽപ്പീലി ചീര, സാധാ റെഡും ഇതും, നമ്മളെ സാധാ റെഡ്, അതേമാതിരി ചുവപ്പ്, നമ്മളെ പച്ച. ഇതാണോ ഇതിലിപ്പം 2 6 കുരു
അപ്പോൾ ഒക്കെ ഇതാണ് ഇങ്ങനെ ഇനിയിപ്പോൾ മത്തൻ പൊട്ടിച്ചാലൊക്കെ ഒക്കെ തന്നെ നമ്മളിപ്പോൾ നല്ല അതേ സാധനം തന്നെ മൈക്കോൻ്റെ ആ മത്തനുണ്ടാവും. പിന്നെ നമ്മുടെ നാടൻ മത്തനും ഉണ്ടാവും. നാടൻ മത്തനൊക്കെ ഹൈബ്രിഡ് 7 കുരുണ്ട് 8 കുരുണ്ട് മൈക്കോൻ്റെ അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ ഹൈബ്രിഡ്. ഇപ്പോൾ ഈ തക്കാളി ആണെങ്കിൽ തക്കാളി ഇപ്പോൾ നമ്മൾ ഈ 10 ഗ്രാമിന് നമുക്ക് തന്നെ 580 ഇത് നോക്കിയാൽ മതി. 500 പേരുടെ സാധനം ഒക്കെ അല്ല ഹൈബ്രിഡ് വിത്തുകൾ. അതേമാതിരി ബത്തക്ക, ഇറാൻ ബത്തക്ക, അങ്ങനത്തെ എല്ലാം ഒക്കെ ഹൈബ്രിഡ് വിത്ത്. നല്ല സാധനം നല്ല ക്വാളിറ്റി ഫുള്ളും മുളച്ച് നമ്മൾ കായ് നാണം. അപ്പോൾ ഇത് ഇന്നത്തെ സാധാരണക്കാർ നമ്മളിപ്പോൾ ഒരു കുഴിച്ചിട്ടുണ്ട് സാധനം കായ്ക്കും വേണം. അതെന്താ ചെയ്യുക, കുറഞ്ഞ വിലക്ക് കിട്ടും വേണം. ഇതിപ്പോൾ എങ്ങനെ കോംബോ ഓഫറിൽ അങ്ങനെ 30 ഐറ്റംസ് ഉണ്ടാവും. 30 ഐറ്റംസ് 300 റുപ്യക്ക് വീട്ടിലെത്തും. നമ്മൾ കസ്റ്റമേഴ്സ് എന്നല്ല നമ്മൾ ഈ സാധനം വാങ്ങുന്നവർക്കൊക്കെ ഒരു സംശയമാണ്. അബി ജയൻ്റ് ആണ് കൂടുതൽ കായ്ക്കുക, തായ്വാനാണ് കൂടുതൽ കായ്ക്കുക, ഈ വലിപ്പം ഒക്കെ പറഞ്ഞുകൊണ്ട് സംശയം. ഏത് സാധാ നിപ്പിളാണോ അല്ലെങ്കിൽ ബോളാണോ ഏറ്റവും കൂടുതൽ കായ്ക്കുക എന്നുള്ളത്? ഏറ്റവും കൂടുതൽ കായ്ക്കുക നമുക്ക് ജയൻ്റ് തന്നെയാണ്. അത് ഷുവറാണ്. ഒക്കെ ഇനി അബിയോ ഇനിയിപ്പോൾ തായ്വാൻ എന്ന് പറഞ്ഞ സ്ഥാനപ്പത്ത് നമ്മളെ വീഡിയോസിൽ ഇപ്പോൾ നമ്മൾ തിന്ന് കാട്ടിയിരുന്നു. കുറച്ച് വലിപ്പേറെ ഉണ്ടാവും. ഏത് ഒരു 100-100 കിലോനൊക്കെ നല്ല വലിപ്പം വരും. നമ്മളിങ്ങനെ ജയൻ്റ് ഈ കയ്യിൽ പിടിക്കേണ്ടത് ഇങ്ങനെ പിടിക്കണം. നല്ല വലുത് നമ്മൾ വീഡിയോസ് കാട്ടിയിരുന്നു. കാരണം അന്ന് പയം പോത്തപ്പോൾ പിന്നെ നമ്മൾ പാത്തൊക്കെ അത് വേഗം കട്ട് ചെയ്ത് കാണ്ട് വീഡിയോസ് കാട്ടിയിരുന്നു. അപ്പോൾ അതിന് ഈ ജയൻ്റെ ഒക്കെ കാണിച്ച വേണമെങ്കിൽ നമ്മളിപ്പോൾ താഴത്തിൽ തന്നെ ഇപ്പോൾ കാണുന്ന ഇപ്പോൾ വേണമെങ്കിൽ നമുക്കിവിടെ ഇറങ്ങാം. താഴത്ത് വലിപ്പം കാണാം. എന്നിട്ട് ഇതുണ്ടോ പച്ചയാണോ? പച്ചയും പോത്തും ഉണ്ട് നമ്മളെ ജയൻ്റ്. അപ്പോൾ ജയൻ്റ് നല്ലോണം കായ പിടിച്ചു. ഇതൊക്കെ ജയൻ്റ് നമ്മൾ എത്ര പരിമൂന്ന് അർത്ഥതാണ്. ഇതെവിടെയൊക്കെ കാണുക ജയൻ്റ് അടക്ക കായ ഉണ്ടോ? ഫുള്ള് കായ് ജയൻ്റ്. അപ്പോൾ ജയൻ്റ് എന്താ വെച്ചാൽ ജയൻ്റ് നല്ലോണം കായ്ക്കും. പക്ഷെ തായ്വാൻ എന്താ വെച്ചാൽ പായം കുറച്ച് വലുപ്പമുണ്ട്. ഈ തായ്വാനും ഈ ജയൻ്റ് ഇപ്പോൾ പുതിയ വന്ന എന്താ നിപ്പിളല്ലാതെ വേറെ സാധനം അതൊക്കെ വന്ന ആ സാധനമൊക്കെ ഒക്കെ ഒരേ ടേസ്റ്റാണ് അബിയും. ഇതിപ്പോൾ ഇത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇത് തിന്നു പോയിക്കാണ്ട് ഞാൻ അടുത്ത ജയൻ്റ് അല്ലെങ്കിൽ തായ്വാൻ വെച്ചുകാണ്ട് തായ്വാൻ തിന്നാലും ഒരേ മധുരം ഒരേ ഇത്. പായം നല്ല എന്താ വെച്ചാൽ നമ്മൾ അറക്കുമ്പോൾ ഇതൊന്നും പൊട്ടിക്കാനായിട്ടില്ല. ചില ആൾക്കാർ വന്നാൽ അബിയെ പൊട്ടിച്ചാനായതുണ്ടോ ചോദിക്കും. നമ്മളെന്താ ആയിട്ടില്ല പറഞ്ഞാൽ ചിലവിൽ തെറ്റിപ്പോവും. തെറ്റിനെന്ന് ഇതെന്താ വെച്ചാൽ നമ്മൾ ഈ നെട്ടിൻ്റെ ഇവിടുത്തെ ഫുള്ളും ഇവിടെയും കൂടി മഞ്ഞൾ വരണം. അപ്പോഴേ ഈ അബി മധുരം കൂടുള്ളൂ. അപ്പോൾ ഒന്നുകൂടി നമ്മൾ പറഞ്ഞത് വെച്ചാൽ തായ്വാനും ജയൻ്റും ഇനി സാധാ ഒരു അബി വെച്ചാലും ഒക്കെ ഒരേ മധുരം ഒരേ ടേസ്റ്റുമാണ്. നമ്മൾ കണ്ടില്ല നമുക്ക് എന്താ വെച്ചാൽ തായ്വാനിലേറെ ഏറ്റവും കൂടുതൽ പിടിക്കേണ്ട കായ പിടിക്കുന്നത് ജയൻ്റ് തന്നെയാണ്. പെട്ടെന്ന് കായ ആവുകൊണ്ടും ജയൻ്റാണ്. മറ്റേന്താ വെച്ചാൽ നിപ്പിളൊക്കെ എന്താ വെച്ചാൽ 2 കൊല്ലം കഴിഞ്ഞ് നിപ്പിളിൻ്റെ മരം ഇപ്പോൾ അത് നമ്മൾ പറഞ്ഞില്ല. ആ നിപ്പിളിൻ്റെ ഇപ്പോൾ നമുക്കിപ്പോൾ ആ കഴിയുമ്പോൾ 2 കായ 3 കായ ഇപ്പോൾ കിട്ടി. ഇപ്പോൾ ഒരു കൊല്ലം കൂടി മൂപ്പാകണം. ആ സ്ഥാനത്ത് ജയൻ്റ് നമ്മൾ എത്ര അർത്ഥത്തി വന്ന് ഇപ്പോൾ എത്ര അറക്കൽ കഴിഞ്ഞു കുട്ടി. ഞങ്ങളും അങ്ങനെ വരുന്നൊരു അടുത്ത ട്രിപ്പൊക്കെ അതാ പൂതണ്ട. അടുത്ത ട്രിപ്പൊക്കെ പോവും. എന്താണ് തായ്വാനിലൊരു കുരുള്ളൂ, സംഗതി സീരിയൽ ഒരു കുരുള്ളൂ. പക്ഷെ കുരുണ്ടായിരുന്ന കാര്യം എന്താ ഇടയിൽ ഒരു കായ് 2 കായ് ഉണ്ടായിരുന്ന ഇത് നമ്മളിവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളത് തായ്വാൻ്റെ നമ്മളെ അയിമ തന്നെ അത് നമ്മൾ അപ്രോച്ച് വെച്ചാണ്. നമ്മൾ വെക്കുമ്പോൾ നമ്മൾ പറഞ്ഞ അപ്രോച്ച് വെക്കരുത് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോസ് നോക്കിയാൽ മതി. നമ്മളെ വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് 2000 അപ്രോച്ച് വലിയ വാങ്ങി വെക്കണം. ചെറിയ 150 ചെറിയ തജ്ജ് വെച്ചാൽ മതി. അന്ന് അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഏത് അന്നിപ്പോൾ അപ്രോച്ച് പറഞ്ഞാണ്ട്. അതായത് തായ്വാനാണ് സാധനം. അന്നത്തെ അപ്രോച്ച് പറഞ്ഞാൽ 2000 വില. ആ സ്ഥാനത്ത് 350 തജ്ജ് വെച്ചത്. അതിമെന്ന് ആകെ നമ്മൾ 2 കായ് അറുത്തത്. ഇതിമെന്ന് എത്രങ്ങാനും കായ് അറുത്തു. ഇതിപ്പോൾ നമ്മൾ ന്യൂ ഇയർ പ്രമാണിച്ച് മലേഷ്യൻ നല്ല ഇഷ്ടംപോലെ അവിടെ ഉണ്ട്. അവിടെ ഉണ്ട് കേട്ടോ. അതായത് സാധനം നമ്മളിത് വാങ്ങിയിരുന്നില്ല. ഡ്രാഗൺ വരുന്നവർക്കൊക്കെ ഡ്രാഗൺ ഫ്രീ ആയിട്ട്. അത് നമ്മുടെ നഴ്സറിയിൽ വരുന്നവർക്കൊക്കെ ഡ്രാഗൺ ഫ്രീ വെക്കാത്തോലെ എല്ലാവരും വെക്കാൻ വേണ്ടി എല്ലാ പേരും ഡ്രാഗൺ ഇല്ലാത്ത വീടുണ്ടായത്. നമ്മളെ കേരളത്തിൽ ഡ്രാഗൺ ഇല്ലാത്ത വീടുണ്ടായത്. നമ്മൾ ഒരു തൂണുമൊക്കെയുള്ള അത് തീരെ ഡ്രാഗൺ വെക്കാത്തോലൊക്കെ ഉണ്ടല്ലോ. ഏത് വെച്ചോലുണ്ടാവും പല വെറൈറ്റി. ഇത് കിങ്ങാണ്, മലേഷ്യ ഹൈബ്രിഡ് തന്നെ. അപ്പോൾ അവർക്കും കൂടി ഇത് വെക്കാനുള്ളൊരു ഇതാക്കിയിട്ട് അവസരം കൊടുക്കുകയാണ്. ഒരു തൂണുമൊക്കെ 4 സ്റ്റെമ്പ്. 4 സ്റ്റെമ്പാണ് ഫ്രീ ആയിട്ട് 4 സ്റ്റെമ്പ്. അതായത് ഒരു കസ്റ്റമർ 4 സ്റ്റെമ്പ് കൊടുക്കും. 4 സ്റ്റെമ്പ്. ഓക്കെ. അത് ന്യൂ ഇയർ പ്രമാണിച്ച് ആ ന്യൂ ഇയറിന്റെ ആ ഒരാഴ്ച അങ്ങനെ 1 വീക്ക് 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ. ഇങ്ങനെ നമുക്ക് ശരിക്കും കത്തിയൊരു കട്ടിയാണ്. ഇപ്പോൾ കത്തി കാണുന്നില്ല. കത്തി ആവശ്യത്തിന് കിട്ടൂല. കണ്ടില്ലേ സാൻഡില് നോക്കാ ശരിക്കും ചന്ദനത്തിന്റെ കളർ. ഇത് പീങ്ങിയിട്ട് ഇതിന്റെ പൊടി കാണാം. ഭയങ്കര ഇതാണ് സാൻഡിൽ കപ്പ. എന്താ അതിന്റെ സോഫ്റ്റ്വെയർ. പക്ഷെ അതേമാതിരിയാണ് നമ്മൾ സുന്ദരി സാൻഡിൽ. നമ്മള് കഴിഞ്ഞ ഏത്തക്കപ്പ അല്ല മഞ്ഞ. ഇത് സാൻഡിൽ. ഇത് മുറിക്കുമ്പോ തന്നെ മറ്റേ അത്ര മഞ്ഞില്ലത്. അതിനെക്കാട്ടി കുറച്ച് മഞ്ഞ. ഇത് ചന്ദന കളറിന്റെ ഇതേ വരുള്ളൂ. അപ്പൊ അധിക പേർക്ക് ഒരു സംശയം ഉണ്ടാവും, നമ്മൾ ഇടത് കൈ കൊണ്ടാണോ കഴിക്കുന്നത്. കാരണം ഫോൺ എടുക്കുന്നത് സെൽഫി ക്യാമറയിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്.
അപ്പോൾ ഞങ്ങൾ വലത് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിരുന്നു. സൂപ്പർ സാധനം കേട്ടോ. എന്താ ഇത് സുന്ദരി അടിപൊളി. അത് ഈ വ്യവസായ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വലിയ സുമോ കപ്പ ഇതാക്കിയാൽ എന്താ വെച്ചാൽ സുമോ ഒരു കപ്പ 50 കിലോ 35 കിലോ ഉണ്ടാവും. പക്ഷെ ഒരു ഓരോ കേങ്ങ് 7-8 കിലോ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ 7-8 കിലോ ആകുമ്പോൾ നമുക്ക് ഈ ചില്ലറ കച്ചവടക്കാരുണ്ടല്ലോ ഓർക്ക് വിൽക്കാൻ കഴിയില്ല. കാരണം കുറച്ച് എങ്ങനെ അവർക്ക് ചില അധികം നമ്മൾ വീട്ടിൽ രണ്ടാൾക്കാരെ 2 കിലോ കേങ്ങ് വരുമ്പോൾ മുറിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കൂല. 2 കിലോ കേങ്ങ് ഇത് ചുരുങ്ങിയ 4 കിലോ ഉണ്ടാവും ഒരു കേങ്ങ്. 7 കിലോ 8 കിലോനൊക്കെ നമ്മളിപ്പോൾ അപ്പോൾ നമ്മൾ ഈ ഓഫർ ഇടുന്നുണ്ട്. മറ്റന്നാളാണ് 2 ദിവസം കൊണ്ട് സുമോ കപ്പ 4 കിലോ 100 2 കിലോ 50 ഇങ്ങോട്ട് പോരി. നമ്മളിപ്പോ ഈ വരുന്നവർക്ക് വേണമെങ്കിൽ ഇപ്പൊ കുറച്ച് മുറിച്ചും കൊടുത്തൂടെ? ആ മുറിച്ചും കൊടുക്കാം. അത് അങ്ങനെ ഒലിന്ന് നാളെ കൊണ്ട് പീങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ മുറിച്ചു കൊടുക്കും. 2 കിലോനൊക്കെ കൊടുക്കും. 2 കിലോ മണി 2 കിലോ കറക്റ്റ് ആയി നമ്മൾ കൊടുക്കും. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതിൽ നമ്മൾ സാൻഡിലും ഈ എന്താണ് നമുക്ക് സാൻഡിൽ കപ്പയും അതേമാതിരി 2-3 ഐറ്റം കപ്പ അന്ന് നമുക്ക് തിന്ന് നോക്കാനുള്ള ഓപ്ഷനുകൾ ഉണ്ടാവും. കപ്പ ചലഞ്ച് ആക്കി വെക്കുക. ഓക്കെ, മന്നൻ ജയന്തി ഡേറ്റ് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് ഡേറ്റ് ഇട്ട് കണ്ടുവരും. അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് മുതൽ തന്നെയാണ്. ഇത് സാൻഡിൽ അതായത് സുന്ദരി. അതേമാതിരി ഇവിടെ വന്നിട്ട് ഞാനിപ്പോ ഏത്തക്കപ്പയും കഴിച്ചു, അതേപോലെ സാൻഡിലും കഴിച്ചു. രണ്ടും ഒരു രക്ഷയില്ല. സുമോ നമ്മൾ ആദ്യം കഴിച്ചു. സുമോ നമുക്ക് എന്താ വെച്ചാല് സുമോ ഭയങ്കര പൊടിയും നല്ല ഇതുമാണ്. പക്ഷെ എന്താ വെച്ചാല് നമ്മള് വിൽക്കാനുള്ള അതായത് വിൽക്കാൻ വീട്ടുകാർക്ക് പറ്റായില്ല. വിൽക്കാൻ ഇതാണ് നമുക്ക് തൂക്കം കണക്കാക്കലൊക്കെ റിസ്ക്കാവും. വലിയ പൂളാണ്. ഇതും കട്ടൻ ചായയും അത് വേറൊരു ലെവൽ തന്നെ കേട്ടോ. ഇത് സാധനം മുതൽ തന്നെയാണ്. ഇതിൽ സംശയമില്ല. കാരണം ഇത് ആകെ 2 വിസിലായപ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ ആയത്. അത്യാവശ്യം നല്ല അലിഞ്ഞങ്ങോട്ട് ചേരുന്നില്ല. നമുക്ക് അടിച്ച് കഴിക്കുകയും ചെയ്യും. അങ്ങനെ ഇത് മുതലാണ് സാധനം. ഉഷാറാണ്. അപ്പോൾ ഒന്നുകൂടി പറയണം, നമ്മളെ കപ്പ ചലഞ്ച് ഉള്ളത് ആ മന്നജയന്തിന് അന്നാ വരിക. ഒരു 3-4 ഐറ്റം നമ്മൾ സാമ്പിൾ ഉണ്ടാവും. പിന്നെ അതല്ലാതെ നമ്മൾ പൂളം അന്നത്തെ തിന്നലല്ല മെയിൻ. പൂളങ്ങൾ വാങ്ങി കൊണ്ടുവരാണ് മെയിൻ വരിക. 2 കിലോ 50, 4 കിലോ 100, 8 കിലോ നമ്മൾ 200. അങ്ങനെ അപ്പം എന്താ അപ്പോൾ 8 കിലോ നമ്മൾ 100-200 നമ്മൾ കൂട്ടൂല കേട്ടോ. അങ്ങനെ തൂക്കമുണ്ടാവും, അങ്ങനെ വേണ്ട കയറുണ്ടാവും. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ഒരു ഓഫർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡിങ് അപ്പ് ചെയ്യാണ്. പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെയും ബൈ.